പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? നമ്മുടെ ഫാമറിന്റെ ഒരു തോട്ട് റൈറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമർ എന്താണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു. നമ്മുടെ ഫാമർ എന്ത് ചെയ്ത് ഒരു ഗോൾഡ് കോയിൻ പോയിട്ട് ആ മതിലിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നാളെ ചോദിക്കുകയാണ്. എന്താണ്, നമ്മുടെ ഫാമർ എന്ത് ചെയ്തു? അദ്ദേഹം തിരിച്ചു വീണ്ടും ആ ഗോൾഡ് കോയിൻ എടുക്കാൻ കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോയി. കൊട്ടാരത്തിന്റെ അടുത്തേക്ക് പോയപ്പോൾ ദേ നിൽക്കുന്നത് നമ്മുടെ രാജാവ് ബാൽക്കണിയിൽ. രാജാവിനെ കണ്ടത് നമ്മുടെ ഫാമർ എന്ത് ചെയ്തു? പേടിച്ചങ്ങ് ഓടി വന്നല്ലേ. തിരിച്ച് ഓടി വന്നപ്പോൾ നമ്മുടെ ഫാമർ എന്ത് വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന തോട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചാൽ അല്ലേ, എന്താണ്, ദ ഫാമർ കെയിം ബാക്ക് വിതൗട്ട് ഗെറ്റിംഗ് ദ ഗോൾഡ് കോയിൻ. നമ്മുടെ ഫാമർ എന്ത് ചെയ്തു? ഗോൾഡ് കോയിൻ തിരിച്ചു കിട്ടാതെ എന്ത് ചെയ്ത് ആള് വന്ന് റൈറ്റ് ഹിസ് തോട്ട്സ്, അദ്ദേഹത്തിന്റെ ചിന്തകൾ എഴുതാനാണ് പറയുന്നത്. നമ്മൾ എന്ത് എഴുതും ഇങ്ങനെ ചോദിച്ചാൽ? ലെറ്റ്സ് സീ, നമുക്ക് എഴുതാം എന്തൊക്കെ കാര്യങ്ങൾ. എന്തായാലും വളരെ സാഡ് നോട്ടായിരിക്കും അല്ലേ, കാരണം അദ്ദേഹത്തിന് ഗോൾഡ് കോയിൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഒബ്വിയസ്ലി അദ്ദേഹം എന്തായിരിക്കും, വളരെ ദുഃഖിതനായിരിക്കും മക്കളെ, അദ്ദേഹം വളരെ സാഡ് ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നോക്കുക, ഓ I could not take the gold coin. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മിസ് എപ്പോഴും പറയുന്നൊരു കാര്യം, തോട്ട് റൈറ്റിംഗ് എപ്പോഴും എന്ത് മതി, നമ്മുടെ മനസ്സിൽ നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി എന്നുള്ളത്. ഇവിടെ നോക്കുക എങ്ങനെ മിസ് കൊടുത്തേ. Oh, I could not take the gold coin. How can I take my wife to the carnival? എന്തിനാ നമ്മുടെ ഫാമർ ഗോൾഡ് കോയിൻ എടുക്കാൻ വന്നേ? അദ്ദേഹത്തിന്റെ ഭാര്യയെ കാർണിവൽ ഫെസ്റ്റിവലിന് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം ചിന്തിക്കുക, ഇനി ഞാൻ എങ്ങനെ എന്ത് ചെയ്യും, എന്റെ ഭാര്യയെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഫെസ്റ്റിവലിന്? How can I take my wife to the carnival? ഇനി ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്റെ വൈഫിനെ? I want to get the money. എനിക്ക് എന്ത് വേണം? I want to get the money. എനിക്ക് എന്ത് വേണം? പൈസ എന്തായാലും കിട്ടണം. The king saw me. പക്ഷെ ഞാൻ അവിടെ ചെന്ന സമയത്ത് the king, രാജാവ് എന്ത് ചെയ്തിട്ടുണ്ട്? He saw me, എന്നെ കണ്ടിട്ടുണ്ട്. I had to tell the truth to the king. I had to tell the truth to the king. ഞാൻ ശരിക്കും പേടിച്ചോടാതെ രാജാവിനോട് ശരിക്കും ഞാൻ പറയണമായിരുന്നു, എന്തിനാണ് അവിടെ വന്നത്, എൻ്റെ ഗോൾഡ് കോയിൻ മതിലിൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും I could tell that, I could tell everything to him. I could talk to the king. The king might thought that, രാജാവ് ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാകും, എന്തായാലും വിചാരിച്ചിട്ടുണ്ടാകും, I was a thief. ഞാൻ എന്താണ്, ഞാനൊരു കള്ളനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. Of course the king might have thought that, the king might thought that I was a thief. ഞാൻ എന്തായാലും ഒരു കള്ളനാണ് ണെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. I can go to the palace and tell everything to the king. ഒരു കാര്യം ചെയ്യാം, എന്ത് ചെയ്യാം, ഇവിടുന്ന് പോയിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് പോവാം. കൊട്ടാരത്തിൽ പോയിട്ട് എന്ത് ചെയ്യാം, രാജാവിനെ കാണാം. രാജാവിനെ കണ്ടിട്ട് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം, ഉള്ളതുപോലെ പറയാം. ഓക്കെ, the king may give back my gold coin then. അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് ഞാൻ ഇവിടെ വെച്ചതും അതിൻ്റെ ഉള്ളിൽ വെച്ചതും തിരിച്ച് അതെടുക്കാൻ വന്നതും എല്ലാ കാര്യങ്ങളും കേട്ട ഒരു പക്ഷേ രാജാവ് എന്ത് ചെയ്യും, രാജാവ് ഭടന്മാരോട് പറയും, ഇദ്ദേഹത്തിന്റെ ഗോൾഡ് കോയിൻ മതിലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കൊടുക്കണം. അപ്പൊ ഈ രാജാവിന് ഒരു പക്ഷെ എന്താണ്, എനിക്ക് എന്റെ ഗോൾഡ് കോയിൻ രാജാവ് തന്നെ തന്നാലോ എന്ന് ആര് വിചാരിക്കാൻ, നമ്മുടെ ഫാമർ വിചാരിക്കാനേ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഉടനെ കൊട്ടാരത്തിലേക്ക് പോവുകയും രാജാവിനോട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യും. ഇത്ര എഴുതിയ എന്താണ് നമ്മുടെ ഉത്തരം സെറ്റ്. അപ്പൊ നാളെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെ എഴുതണം, ഇങ്ങനെ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതണം, വളരെ സിമ്പിൾ വാക്കുകൾ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഈ ഉത്തരം സെറ്റ് അല്ലേ, ഒരു കൺഫ്യൂഷനോ കാര്യമൊന്നുമില്ലല്ലോ, നമുക്കറിയാവുന്ന വാക്കുകൾ തന്നെയാണ് മിസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് എല്ലാവരും ഈ ഉത്തരം പഠിച്ച് എക്സാമിന് അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, താങ്ക് യു.